ബൂന്തി ഒന്നും തയ്യാറാക്കാതെ എങ്ങനെ നമുക്ക് സൂപ്പർ ലഡു ഉണ്ടാക്കാം? ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. കടലമാവിലേക്ക് തിളപ്പിച്ച പാൽ 1 സ്പൂൺ ആഡ് ചെയ്യുക. ഉപ്പുവെള്ളം അതിലേക്ക് ആഡ് ചെയ്യുക. കട്ടയും തരികളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ലതുപോലെ ഈ മാവ് കുഴച്ചെടുക്കുക. ഓവറായിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പയിൽ വെക്കുക. നല്ലതുപോലെ എണ്ണ ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ ബാറ്റർ ഓരോ സ്പൂൺ വീതം കോരി ഒഴിക്കുക. ഇത് നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ വേറെ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ഏറ്റവും കുറവാണെങ്കിൽ ഇത് ഈ ബാറ്ററിൽ നല്ലതുപോലെ എണ്ണ പിടിക്കും, ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് കുറഞ്ഞ തീയിൽ തന്നെ ഇട്ട് ബ്രൗൺ കളർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കോരിയെടുക്കണം. കുറേശ്ശെയായിട്ട് കോരിയെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ബൂന്തി ഉണ്ടാക്കി സമയം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് മുഴുവനും കോരിയെടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ആറാൻ വെക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ഈ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ആഡ് ചെയ്യുക. വെള്ളം അതിലേക്ക് ഒഴിക്കുക. ജീരകവും നെയ്യും ഏലക്കയും ആഡ് ചെയ്യുക. നല്ലതുപോലെ തിളച്ച് വന്ന ഈ വെള്ളത്തിലേക്ക് ഈ പൊടിച്ച് വെച്ച ക്രഷ് ചെയ്ത നമ്മുടെ ഈ പൊടി ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം ചെറു ചൂടോടെ തന്നെ കയ്യിലൊരു നെയ്യ് തേച്ച് ഉരുളകളായി ഉരുട്ടി നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നമുക്കിത് കൊടുക്കാം. കുട്ടികൾക്കും മറ്റുള്ളവർക്കും ഒക്കെ മധുരം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഹോം മെയ്ഡാണ്, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കൂ.